പൊതുവെ ക്ഷീണം, തളർച്ച, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, അതുപോലെ മുടി കൊഴിച്ചിൽ, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്നവരാണ് മിക്ക സ്ത്രീകളും പുരുഷന്മാരിലും. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പൊതുവെ എല്ലാവരും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കും, ഇവരിത് കഴിക്കുന്നുമുണ്ട്. പക്ഷേ മാസങ്ങളായിട്ട് ഇത് കഴിച്ചിട്ടും ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല എന്നുള്ളത് പൊതുവെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരോട് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി എന്നുള്ളത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനൊപ്പം മാത്രം കഴിച്ചാലേ ഇത് ശരീരത്തിൽ കറക്റ്റായിട്ട് അബ്സോർബ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുമ്പം നമ്മൾ വെറുതെ വെള്ളത്തിൻ്റെ കൂടെ മാത്രം അത് എടുക്കാതെ ഒന്നെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം വൈറ്റമിൻ ഡി എടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നെയ്യോ ബട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഗ്ഗോ അങ്ങനെയുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ വൈറ്റമിൻ ഡി എടുത്താലേ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ബോഡിയിലേക്ക് കിട്ടുകയുള്ളൂ.